കളർ കോഡ് ഉപയോഗിച്ച് പ്രതിരോധത്തിന്റെ മൂല്യം നിർണ്ണയിക്കുകയും തരങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. കളർ കോഡ് ഉപയോഗിച്ച് പ്രതിരോധത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിനും തരങ്ങൾ തിരിച്ചറിയുന്നതിനുമുള്ള ഇലക്ട്രീഷ്യൻ പ്രാക്ടിക്കൽ സെക്ഷനുകളുടെ പ്രോസസ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ലക്ഷ്യങ്ങൾ. ഈ സെഷന്റെ അവസാനം നിങ്ങൾ ഇനിപ്പറയുന്നവ ചെയ്യാൻ പ്രാപ്തരായിരിക്കും. ചിത്രത്തിലെ ചിത്രീകരണം നോക്കി റെസിസ്റ്ററുകളുടെ തരങ്ങൾ തിരിച്ചറിയുക. കളർ ബാൻഡുകൾ തിരിച്ചറിയുക. പ്രതിരോധ മൂല്യം ഡീകോഡ് ചെയ്യുക. കളർ ബാൻഡ് ഉപയോഗിച്ച് പ്രതിരോധ മൂല്യം കണക്കാക്കുക. ഒരു ഓംമീറ്റർ ഉപയോഗിച്ച് യഥാർത്ഥ മൂല്യം അളന്നിട്ട് കണക്കാക്കിയ മൂല്യം ഉപയോഗിച്ച് പരിശോധിച്ചുറപ്പാക്കുക. ഉപകരണങ്ങൾ. ഇൻസ്ട്രുമെന്റുകൾ. മൾട്ടിമീറ്റർ, ഓംമീറ്റർ ഒരെണ്ണം. മെറ്റീരിയലുകൾ. വേരിയബിൾ കാർബൺ റെസിസ്റ്ററുകൾ. ഡ്യുവൽ വേരിയബിൾ വയർ വൂണ്ട് റെസിസ്റ്റർ. വയർ വൂണ്ട് റെസിസ്റ്ററുകൾ. ക്രമീകരിക്കാവുന്ന വയർ വൂണ്ട് റെസിസ്റ്റർ. ഫിക്സഡ് കാർബൺ റെസിസ്റ്റർ. പ്രീസെറ്റ് കാർബൺ റെസിസ്റ്റർ. ഫ്യൂസിബിൾ റെസിസ്റ്റർ. സെറാമിക് വയർ വൂണ്ട് റെസിസ്റ്റർ. ടാസ്ക് 1. ചിത്രത്തിലെ ചിത്രീകരണത്തിൽ നിന്ന് റെസിസ്റ്ററിന്റെ തരം തിരിച്ചറിയുക. ചിത്രം നോക്കി റെസിസ്റ്ററിന്റെ തരം തിരിച്ചറിഞ്ഞിട്ട് പട്ടിക 1-ൽ തരം എഴുതുക. തിരിച്ചറിഞ്ഞ റെസിസ്റ്ററിനുള്ള ആയാസ് ചിഹ്നം പട്ടിക 1-ൽ വരയ്ക്കുക. വയർ വൂണ്ട് റെസിസ്റ്ററുകൾ. വേരിയബിൾ റെസിസ്റ്ററുകൾ. ടാപ്പ് വയർ റെസിസ്റ്റർ. പൊട്ടൻഷിയോമീറ്റർ. കാർബൺ ഫിലിം റെസിസ്റ്റർ. പ്രീസെറ്റ് വേരിയബിൾ റെസിസ്റ്റർ. പവർ റെസിസ്റ്റർ. ഫ്യൂസിബിൾ റെസിസ്റ്റർ. ടാസ്ക് 2. കളർ ബാൻഡ് തിരിച്ചറിഞ്ഞ് പ്രതിരോധ മൂല്യം ഡീകോഡ് ചെയ്യുക. റെസിസ്റ്റർ പിടിക്കുമ്പോൾ കളർ ബാൻഡുകൾ ഇടതുവശത്ത് നിന്ന് വലത്തോട്ട് രൂപപ്പെടുന്നതിനാൽ ടോളറൻസ് ബാൻഡ് നിലവിലുണ്ടെങ്കിൽ നിങ്ങളുടെ വലതുവശത്താണ്. 4 ബാൻഡുകളുണ്ടെങ്കിൽ ആദ്യത്തെ 2 ബാൻഡുകൾ ഗണ്യമായ അക്കങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മൂന്നാമത്തെ ബാൻഡ് മൾട്ടിപ്ലയറിനെ പ്രതിനിധീകരിക്കുന്നു. 4ാമത്തെ ബാൻഡ് നിലവിലുണ്ടെങ്കിൽ ടോളറൻസ് പ്രതിനിധീകരിക്കുന്നു. കളർ ബാൻഡുകളിൽ നിന്ന് ചിത്രം 2-ൽ കാണിച്ചിരിക്കുന്ന റെസിസ്റ്ററുകളുടെ മൂല്യം തിരിച്ചറിഞ്ഞ് പട്ടിക 2-ൽ രേഖപ്പെടുത്തുക. ഇൻസ്ട്രക്ടർ നൽകിയ റെസിസ്റ്ററുകളുടെ ആദ്യ 2 കളർ ബാൻഡുകൾ തിരിച്ചറിയുക. റെസിസ്റ്ററിന്റെ ഒരറ്റത്തോട് അടുത്ത് തുടങ്ങുന്ന 1-ാം കളർ ബാൻഡിൽ നിന്ന് ക്രമത്തിൽ. ഒന്നാം നമ്പറും 2-ാം നമ്പറും പട്ടിക 2-ൽ എഴുതുക. 3-ാം ബാൻഡിന്റെ കളർ തിരിച്ചറിഞ്ഞ് പട്ടിക 2-ലെ ബന്ധപ്പെട്ട കോളത്തിൽ ഗുണിത മൂല്യം എഴുതുക. റെസിസ്റ്ററിന്റെ മൂല്യം കണക്കാക്കി പട്ടിക 2-ൽ രേഖപ്പെടുത്തുക. ടാബുലേഷനിൽ നിന്ന് അതാത് സംഖ്യകൾക്കായി 1-ാമത്തെയും 2-ാമത്തെയും ബാൻഡ് വർണ്ണങ്ങൾ എഴുതുക. അങ്ങനെ അത് 50 ആയി മാറുന്നു. തുടർന്ന് 3-ാമത്തെ ബാൻഡ് 10-ന്റെ മൾട്ടിബിയർ ഉപയോഗിച്ച് സംഖ്യയെ ഗുണിക്കുക. അതിനാൽ റെസിസ്റ്ററിന്റെ മൂല്യം 500 ഓം ആണ്. 4-ാമത്തെ ബാൻഡ് നിറം തിരിച്ചറിഞ്ഞ് പട്ടിക 2-ലെ ടോളറൻസ് പൂരിപ്പിക്കുക. ഒരു മൾട്ടിമീറ്റർ, ഓംമീറ്റർ ഉപയോഗിച്ച് റെസിസ്റ്ററുകളുടെ മൂല്യം അളന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നടപടിക്രമം പിന്തുടർന്ന് പട്ടിക 3-ൽ മൂല്യങ്ങൾ രേഖപ്പെടുത്തുക. പ്രോബുകൾ ബന്ധിപ്പിക്കുക. ചുവന്ന പ്രോബ് പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിക്കുക. കറുത്ത പ്രോബ് കോമൺ ടെർമിനലുമായി ബന്ധിപ്പിക്കുക. മൾട്ടിമീറ്റർ, ഓംമീറ്റർ സജ്ജീകരിക്കുക. റേഞ്ച് സെലക്ടർ സ്വിച്ച് ഓം ശ്രേണിയിൽ 1-ലേക്ക് സജ്ജമാക്കുക. സി. അനലോഗ് മൾട്ടിമീറ്ററിൽ 0 ഓം ക്രമീകരണം നടത്തുക. തിരഞ്ഞെടുത്ത ശ്രേണിയിലെ 2 പ്രോബുകളും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. പോയിന്റർ 0 ഓമിൽ സജ്ജീകരിക്കുന്നതുവരെ ഓം ക്രമീകരണ നോബ് തിരിക്കുക. സീറോ അഡ്ജസ്റ്റ്മെന്റ്.
അളക്കേണ്ട റെസിസ്റ്റർ ബന്ധിപ്പിക്കുക. നിങ്ങളുടെ വിരൽത്തുമ്പുകൾ പ്രോബുകളിൽ നിന്ന് മാറ്റുക. മീറ്റർ റീഡ് ചെയ്യുക. സ്കെയിലിന്റെ മധ്യഭാഗത്തേക്ക് പോയിന്ററിനെ വ്യതിചലിപ്പിക്കുന്ന ഒരു റേഞ്ച് ഉപയോഗിക്കുക. പോയിന്ററിന് നേരെ മുകളിലുള്ള ഓം സ്കെയിലിലെ മീറ്റർ റീഡിംഗ് നോക്കുക. പ്രതിരോധം എന്നത് ഓം സ്കെയിൽ റീഡിംഗ് ഗുണം പ്രതിരോധ ശ്രേണിയുടെ തിരഞ്ഞെടുത്ത ശ്രേണിയിലെ മാഗ്നിഫിക്കേഷന് സമമാണ്. പ്രതിരോധ ശ്രേണി N2 100 തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ പ്രതിരോധത്തിന്റെ മൂല്യം എന്നത് 15 ഗുണം 100 സമം 1500 ഓംസ് സമം 1.5 കിലോ ഓം. പ്രതിരോധത്തിന്റെയും ടോളറൻസിന്റെയും മൂല്യം റെസിസ്റ്ററിന് മുകളിലുള്ള കളർ ബാൻഡ് മുഖേന ലഭിച്ചത് പട്ടികയിൽ രേഖപ്പെടുത്തുക. ചിത്രത്തിലെ ചിത്രീകരണം നോക്കി റെസിസ്റ്ററുകളുടെ തരങ്ങൾ തിരിച്ചറിയുക, കളർ ബാൻഡുകൾ തിരിച്ചറിയുക, പ്രതിരോധ മൂല്യം ഡീകോഡ് ചെയ്യുക. കളർ ബാൻഡ് ഉപയോഗിച്ച് പ്രതിരോധ മൂല്യം കണക്കാക്കുക. ഒരു ഓം മീറ്റർ ഉപയോഗിച്ച് യഥാർത്ഥ മൂല്യം അളന്നിട്ട് കണക്കാക്കിയ മൂല്യം ഉപയോഗിച്ച് പരിശോധിച്ചർപ്പിക്കുക. നിങ്ങൾക്ക് ഈ സാങ്കേതിക പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.